ഹോട്ട് വീൽസ് ആൻഡ് ഹോട്ട് വീൽസ് കുറച്ചു കാലമായിട്ട് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന കുഞ്ഞൻ കാറുകൾ, പ്രായഭേദമന്യേ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മിനിയേച്ചർ ഡൈകാസ്റ്റ് കാർ മോഡലുകൾ. ആക്ച്വലി എന്താണ് ഈ ഹോട്ട് വീൽസ്? എന്തുകൊണ്ടാണ് ഹോട്ട് വീൽസിന് ഇത്ര അധികം പോപ്പുലാരിറ്റി ഉള്ളത്? ഹായ്, മൈ നെയിം ഈസ് നിതിൻ ആൻഡ് വെൽക്കം ടു സിനിമയും സർക്കിട്ടും. സിനിമകൾ, യാത്രകൾ, പുതിയ ടെക്നോളജികൾ ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ടൈനി കാർസ്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അമേരിക്കൻ ടോയ് മേക്കേഴ്സായ മാറ്റലിന്റെ ഓണർ എലിയറ്റ് ഹാൻഡ്ലർ 1968 കൊണ്ടുവന്ന മിനിയേച്ചർ ഡൈകാസ്റ്റ് കാർ മോഡലുകളായിരുന്നു ഹോട്ട് വീൽസ്. ഹോട്ട് വീൽസിന് മുൻപ് മാച്ച് ബോക്സ് പോലുള്ള ഒരുപാട് ഡൈകാസ്റ്റ് കാർ മോഡൽ മേക്കേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഹോട്ട് വീൽസിന്റെ വരവ് തന്നെ മാച്ച് ബോക്സ് ഉൾപ്പെടെയുള്ള ഡൈകാസ്റ്റ് മാനുഫാക്ചേഴ്സിന്റെ സെയിലിനെയും പോപ്പുലാരിറ്റിയെയും കടത്തിവെട്ടിക്കൊണ്ടായിരുന്നു. പിന്നീട് 1997 ടൈക്കോ ടോയ്സ് എന്ന കമ്പനിയിൽ നിന്നും മാച്ച് ബോക്സ് പോലും മാറ്റൽ സ്വന്തമാക്കി എന്നുള്ളതാണ് ചരിത്രം. ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലം മുതൽ തന്നെ ഒരുപാട് ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അവരുടെ കാറുകളുടെ മിനിയേച്ചർ വേർഷൻസ് ചെയ്യാനായിട്ടുള്ള ഡിസൈൻ ലൈസൻസ് ഹോട്ട് വീൽസിന് കൊടുത്തു. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ പ്രായഭേദമില്ലാതെ ഹോട്ട് വീൽസ് എല്ലാവർക്കും ഒരു ക്രേസ് ആയിട്ട് മാറി. 1980കളുടെ അവസാനവും 90കളുടെ ആദ്യവുമായിരുന്നു ഡൈകാസ്റ്റ് കളക്ടേഴ്സ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് 90കളുടെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ട്രഷർ ഹണ്ട് പോലെയുള്ള സെഗ്മെന്റുകളുടെ വരവോടുകൂടെ ഡൈകാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രേസ് ആയിട്ട് മാറുകയുണ്ടായി. 1986 മുതൽ ഹോട്ട് വീൽ കളക്ടേഴ്സിന്റെ കൂടിച്ചേരലുകൾ പല സ്ഥലങ്ങളിൽ നടന്നിരുന്നു. അത്തരം കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന മൈക്ക് സ്ട്രോസിനെ ദ ഫാദർ ഓഫ് ഹോട്ട് വീൽസ് കളക്ടിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. മൈക്ക് സ്ട്രോസിന്റെ നേതൃത്വത്തിൽ 86 മുതൽ എല്ലാ വർഷവും ആനുവൽ ഹോട്ട് വീൽസ് കളക്ടേഴ്സ് കൺവെൻഷൻസ് പല സ്ഥലങ്ങളിലായിട്ട് നടന്നിരുന്നു. തുടർന്ന് അങ്ങോട്ട് ലോകമെമ്പാടും ഹോട്ട് വീൽസ് സെയിൽ ചെയ്യുന്ന പല ഷോപ്പുകളും പല സൈറ്റുകളും രൂപപ്പെട്ടു വന്നു. അക്കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്ന കോയിൻ കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ, ബാർബി കളക്ഷൻ എന്നിവയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഹോട്ട് വീൽസ് കളക്ഷൻ എന്നുള്ളത് ലോകത്ത് വലിയൊരു തരംഗം തന്നെ ആയി മാറി. ഹോട്ട് വീൽ കാറുകളുടെ ബേസിൽ അത് കാസ്റ്റ് ചെയ്ത വർഷവും അതുപോലെ തന്നെ അതിന്റെ മാനുഫാക്ചറായ മാറ്റലിന്റെ കോപ്പിറൈറ്റഡ് ലേബലും ഉണ്ട്. നമുക്കൊരു സ്കെയിൽ മോഡൽ ജെനുവിൻ ഹോട്ട് വീൽസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ആദ്യത്തെ ലക്ഷണവും ഇത് തന്നെയാണ്. ഇന്ത്യയിൽ ഹോട്ട് വീൽസ് ബാൻഡ് ആയിരുന്നു. ഹോട്ട് വീൽസിനെ പറ്റി അത്യാവശ്യം അറിയാവുന്നവർ പല സ്ഥലങ്ങളിൽ നിന്നും ഈ കാര്യം കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി അങ്ങനെ ഒരു ബാൻ ഉണ്ടായിട്ടുണ്ടോ? ഒഫീഷ്യലി അങ്ങനെ ഒരു ബാൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ സേഫ്റ്റി കൺസേൺസ് പരിഗണിച്ചുകൊണ്ട്, എസ്പെഷ്യലി കുഞ്ഞു കുട്ടികളുടെ സേഫ്റ്റി പരിഗണിച്ചുകൊണ്ട് ഹോട്ട് വീൽസ് അടക്കമുള്ള പല ടോയ്സും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹസാഡസ് ആയിട്ടുള്ള പല മെറ്റീരിയൽസിന്റെയും ഇമ്പോർട്ടിംഗ് ഇന്ത്യയിൽ റെഗുലേറ്റഡ് ആണ്. അത് ഹോട്ട് വീൽസ് മാത്രമല്ല, നമ്മുടെ വീടുകളിലൊക്കെയുള്ള പല ടോയ്സും മേക്ക് ചെയ്തിരിക്കുന്നത് പല ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസും കൊണ്ടാണ്. എന്നാൽ ഹോട്ട് വീൽസ് അടക്കം പല കമ്പനികളും അത്തരത്തിലുള്ള ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ടോയ് നിർമ്മാണം പൂർണ്ണമായി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വീടുകളിലൊക്കെയുള്ള ടോയ്സ് ഇൻക്ലൂഡിംഗ് ഹോട്ട് വീൽസിലെ ഇവിടെ ഒരു 3+ അല്ലെങ്കിൽ 6+ അല്ലെങ്കിൽ 10+ എന്നൊരു മാർക്കിംഗ് ഉണ്ടാവും. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുക എന്നതാണ് ഈ മാർക്കിംഗ്. കുഞ്ഞു കുട്ടികളിൽ നിന്നും തൽക്കാലം ഇതൊന്നും ഒഴിവാക്കുന്നത് തന്നെയാണ് ആക്ച്വലി നല്ലത്. ഹോട്ട് വീൽസിന്റെ ഒരു ബോക്സിനകത്ത് വളരെ കുറച്ച് മാത്രമായിരിക്കും റെയർ ആയിട്ടുള്ള കളക്റ്റിബിൾ ആയിട്ടുള്ള ഹോട്ട് വീൽസ് ആക്ച്വലി ഉണ്ടാവുക. അതായത് ഒരു 72 പീസ് വരുന്ന ഒരു ഹോട്ട് വീൽസ് ബോക്സിനകത്ത് 4-5 പീസസ് മാത്രമായിരിക്കും റെയർ. ഈ കാണുന്ന ടൊയോട്ട സുപ്ര, ഈ പോർഷെ സഫാരി, ഇതുപോലെയുള്ള റെയർ കളക്ഷൻസ് വളരെ ചുരുക്കമേ കാണത്തുള്ളൂ. അതുപോലെ ചില ബോക്സിനകത്ത് ട്രഷർ ഹണ്ട്, സൂപ്പർ ട്രഷർ ഹണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പീസസ് ഉണ്ടാവും, ലൈക്ക് ദിസ് പോർഷെ സഫാരി. ഈ ഒരു റെയർ നാച്ചർ തന്നെയാണ് ഹോട്ട് വീൽസ് കളക്ഷൻ ഇത്രയും ഒരു ക്രേസ് ആവാനുള്ള പ്രധാനപ്പെട്ട റീസൺ. കേരളത്തിൽ റീസെന്റ് ആയിട്ട് ഹോട്ട് വീൽസ് ഉണ്ടാക്കിയ തരക്കം എടുത്തു പറയേണ്ടതാണ്. പലരും ഹോട്ട് വീൽസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കടകൾ തുടങ്ങുന്നു, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹോട്ട് വീൽ എക്സിബിഷൻസ് മോളുകൾ നടത്തുന്നു, ടോയ്സ് ആൻഡ് ഗിഫ്റ്റ് ഷോപ്പുകളിൽ ഹോട്ട് വീൽസിന് മാത്രമായിട്ട് ഒരു സെഗ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെ ഹോട്ട് വീൽസ് ശരിക്കും ആഘോഷിക്കപ്പെടുകയാണ്. പക്ഷെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്ന പലർക്കും ഈ ഹോട്ട് വീൽസ് എന്താണെന്ന് തന്നെ ശരിക്കും അറിയത്തില്ല. എനിവേ, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ, നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കാൻ, നമ്മളെ ഉള്ളിലെ കുട്ടിത്തത്തെ ഉണർത്താനായിട്ട്, അതുപോലെ കാര്യങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് നേരിടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഹോബി തന്നെയാണ് ഹോട്ട് വീൽസ് കളക്ഷൻ. പറഞ്ഞ പോലെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബി തന്നെയാണ്. വളരെ കോംപ്ലക്സ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കാറ് അതിനെ ഇങ്ങനെ ഒരു മിനിയേച്ചർ മോഡലാക്കി നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ്. സോ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഹൗസ്, റഷ് ടു ദ നിയറസ്റ്റ് ഹോട്ട് വീൽ ഷോപ്പ്, കുറച്ച് കാറൊക്കെ മേടിക്കുക ആൻഡ് സ്റ്റാർട്ട് കളക്ഷൻ. ഭയങ്കര രസമാണ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.